വസന്തത്തിൻ്റെ ആരംഭത്തിലെ തണുത്ത പ്രഭാതമായിരുന്നു അത്. പ്രഭാത ഭക്ഷണത്തിനു ശേഷം ബേക്കർ സ്ട്രീറ്റിലെ പഴയ മുറിയിൽ നെരുപ്പോടിന് ഇരിപ്പുറവും ഇരിക്കുകയായിരുന്നു ഞങ്ങൾ. വീടുകളുടെ നിരക്കിടിയിൽ മൂടൽമഞ്ഞ് ഊർന്നിറങ്ങി. കനത്ത മഞ്ഞിൻ വലയിൽ പുറത്തേക്കുള്ള ജനലുകൾ ആകൃതി കെട്ട് കാണായി. വിളക്ക് കൊളുത്തിയിട്ടിരുന്നു. ആ പ്രകാശത്തിൽ ലോഹപാത്രങ്ങളും കളിമൺ പാത്രങ്ങളും തിളങ്ങി. നീണ്ട നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഹോംസ് ഡോക്ടർ വാട്സനോട് പറഞ്ഞു, എൻ്റെ തൊഴിലിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടു പോയ പെൻസിൽ വീണ്ടെടുത്ത് കൊടുക്കുകയും ബോർഡിംഗ് സ്കൂളിൽ നിന്നും വരുന്ന പെൺകിടാങ്ങൾക്ക് ഉപദേശം നൽകുകയും ചെയ്യുന്ന പണിയായി. അത് അതപ്പതിച്ചു വരുന്നു. ഇന്ന് രാവിലെ കിട്ടിയ കുറിപ്പ് നോക്കൂ. ചുരുട്ടിക്കൂട്ടിയ ഒരെഴുത്ത് അദ്ദേഹം എനിക്ക് ഇട്ടു തന്നു. മോണ്ടെ പ്ലേസിൽ നിന്നും തലേന്ന് വൈകുന്നേരം എഴുതിയ അത് ഇപ്രകാരമായിരുന്നു: പ്രിയപ്പെട്ട മിസ്റ്റർ ഹോംസ്, എനിക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ആയയുടെ ജോലി സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് അങ്ങയോട് ആലോചിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. താങ്കൾക്ക് അസൗകര്യമാകില്ല എങ്കിൽ നാളെ 10:30 മണിക്ക് ഞാൻ വരാം. അങ്ങയുടെ വിശ്വസ്ത വയലിൻ ഹണ്ടർ. നിങ്ങൾക്ക് ഈ യുവതിയെ അറിയാമോ? ഞാൻ ചോദിച്ചു. എനിക്കറിയില്ല. ഇപ്പോൾ 10:30 കഴിഞ്ഞു. ഉവ്, അവളാണ് ആ മണിയടിക്കുന്നത്, സംശയമില്ല. അദ്ദേഹം പറഞ്ഞതിനിടയിൽ വാതിൽ തുറന്ന് ഒരു ചെറുപ്പക്കാരി മുറിയിലേക്ക് കടന്നു വന്നു. അവർ ലളിതമായും വൃത്തിയായും വസ്ത്രം ധരിച്ചിരുന്നു. ചൊടിയും ചൈതന്യവുമുള്ള മുഖം, ചില മുഖക്കുരുവും. അങ്ങയെ ശല്യപ്പെടുത്തുന്നതിൽ ക്ഷമിക്കണം. എനിക്ക് വളരെ വിചിത്രമായ ഒരു അനുഭവമുണ്ടായി. ഉപദേശം തേടാൻ മാതാപിതാക്കളോ ബന്ധുക്കളോ എനിക്കില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാൻ അങ്ങേക്ക് കഴിയുമെന്ന് ഞാൻ കരുതുന്നു. ഇരിക്കൂ മിസ്റ്റർ ഹണ്ടർ. നിങ്ങളെ സഹായിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അദ്ദേഹം അവളുടെ കഥ കേൾക്കാൻ തയ്യാറായിരുന്നു. 5 വർഷമായി ഞാൻ ആയിരുന്നു കേണൽ സ്പെൻസ് മൺട്രോയുടെ കുടുംബത്തിൽ. 2 മാസം മുമ്പ് കേണലിനെ നോവ സ്കോട്ട്ലൻഡിലെ ഹാലിഫാക്സിൽ നിയമനം കിട്ടി. അദ്ദേഹത്തിൻ്റെ കുട്ടികളെ അമേരിക്കയിലേക്ക് കൂടെ കൊണ്ടുപോയി. അതിനാൽ എനിക്ക് ജോലിയില്ലാതായി. വെസ്റ്റ് എൻഡിൽ ആയമാർക്ക് വേണ്ടി വെസ്റ്റ് വേയ്സ് എന്ന് പ്രസിദ്ധമായ ഒരു ഏജൻസിയുണ്ട്. തനിക്ക് തരപ്പെടുന്ന എന്തെങ്കിലും ജോലി കിട്ടുമോ എന്നറിയാൻ ആഴ്ചയിലൊരിക്കൽ ഞാൻ അവിടെ പോയിക്കൊണ്ടിരുന്നു. അത് നടത്തുന്നത് മിസ്റ്റർ സ്റ്റോപ്പർ ആയിരുന്നു. അവരെ കാണാൻ പതിവ് പോലെ കഴിഞ്ഞ ആഴ്ച ഞാൻ ചെന്നപ്പോൾ തടിച്ച പ്രസന്നമുഖനായ ഒരാൾ കൂടി അവിടെയുണ്ടായിരുന്നു. കനത്ത താടിയല്ല്, മുഖത്ത് കണ്ണട. കടന്നു വരുന്ന ഓരോരുത്തരെയും വളരെ താല്പര്യത്തോടെ അയാൾ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ കടന്നു ചെന്നയുടൻ കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് മിസ് സ്റ്റോപ്പറിന് നേരെ വേഗം തിരിഞ്ഞ് അയാൾ പറഞ്ഞു, ഇതു മതി, ഇതിലും നല്ലത് എനിക്ക് ചോദിക്കാനില്ല. ഒന്നാം തരം. അയാൾക്ക് വളരെ ഉത്സാഹമുള്ളതായി തോന്നി. മിസ്, നിങ്ങളൊരു ആയയുടെ ജോലി തേടുകയല്ലേ? അതെ സാർ. എന്ത് ശമ്പളമാണ് നിങ്ങൾ ചോദിക്കുന്നത്? ഒടുവിൽ ജോലി ചെയ്തിരുന്ന കേണൽ സ്പെൻസ് മൺട്രോയുടെ വീട്ടിൽ എനിക്ക് മാസം 4 പവനായിരുന്നു ശമ്പളം. മോശം, വളരെ മോശം. കോപത്തോടെ അയാൾ അലറി. ഇത്രയും കഴിവും ആകർഷത്വമുള്ള യുവതിക്ക് ഇത്ര തുച്ഛമായ ഒരു തുക എങ്ങനെ ഒരാൾക്ക് നൽകാനാവും? ഞാൻ നിങ്ങൾക്ക് ആണ്ടിൽ 100 പവൻ തരാനാണ് ഉദ്ദേശിക്കുന്നത്, അയാൾ പ്രഖ്യാപിച്ചു. മിസ്റ്റർ ഹോംസ്, അനാഥയായ എന്നെപ്പോലെ ഒരുത്തിക്ക് ഇത്തരമൊരു വാഗ്ദാനം അവിശ്വസനീയമായി തോന്നും. ആ മാന്യൻ എന്തായാലും ഒരു പോക്കറ്റ് ബുക്ക് തുറന്ന് ഒരു നോട്ട് പുറത്തെടുത്തു. വളരെ പ്രസന്നമായ ചിരികൊണ്ട് അയാൾ പറഞ്ഞു, ഇതും എൻ്റെ രീതിയാണ്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന യുവതികൾക്ക് ശമ്പളത്തിൽ പകുതി മുൻകൂറായി നൽകും. വസ്ത്രത്തിനും യാത്ര ചെലവിനും മറ്റും അവർക്കത് ഉപകരിക്കുമല്ലോ. ഇതിനകം കടയിലും മറ്റും കടക്കാരിയായി തീർന്ന എനിക്ക് ഈ മുൻകൂർ ശമ്പളം വലിയ സഹായമായിരുന്നു. എങ്കിലും ആകപ്പാടെ ഇതിലെന്തോ അസ്വാഭാവികതയുള്ളതിനാൽ അല്പം കൂടെ ചിലതറിഞ്ഞിട്ട് മതി വാക്ക് കൊടുക്കാനെന്ന് ഞാൻ നിശ്ചയിച്ചു. സർ, എവിടെയാണ് താങ്കൾ താമസിക്കുന്നത്? ഞാൻ ചോദിച്ചു. ഹാംഷെയർ, സുന്ദരമായ ഗ്രാമപ്രദേശം. വിൻചെസ്റ്ററിൽ നിന്നും 5 മൈൽ അകലെയാണ്. കോപ്പർ ബീച്ചസ്, മനോഹരമായ നാട്ടുംപുറമാണ്. എൻ്റെ ജോലികൾ എന്താണ്? ഒരു പുന്നാരമോൻ, കഷ്ടിച്ച് 6 വയസ്സ്, കളിക്കുട്ടി, ചെരുപ്പ് കൊണ്ട് പാറ്റയെ കൊല്ലുന്നതിൽ ബിരുദൻ.
കസേരയിലേക്ക് ചാരിക്കിടന്നുകൊണ്ട് കണ്ണിറക്കി വീണ്ടും അയാൾ ചിരിച്ചു. ഈ ഒരു കുഞ്ഞിനെ നോക്കുക മാത്രമാണോ എൻ്റെ ആകെ ജോലി? ഞാൻ തിരക്കി. അല്ലല്ല, അത് മാത്രമല്ല എൻ്റെ കുട്ടി, നിനക്ക് ഊഹിക്കാം. എൻ്റെ ഭാര്യ പറഞ്ഞേക്കുന്ന വല്ല ചെറിയ ജോലിയുമുണ്ടെങ്കിൽ അതും ഔചിത്യത്തോടെ ചെയ്യേണ്ടി വരും. പ്രയാസം തോന്നില്ലല്ലോ? എനിക്ക് ജോലി ചെയ്യാൻ സന്തോഷമേ ഉള്ളൂ. അങ്ങനെ തന്നെ. പിന്നെ ഞങ്ങൾ തരുന്ന എന്തെങ്കിലും വസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞാൽ എതിർപ്പ് കാട്ടരുത്. ഇല്ല. അതുപോലെ ഞങ്ങളുടെ കൂടെ വരും മുമ്പ് തലമുടി കുറേ മുറിച്ച് ചെറുതാക്കണമെന്ന് പറഞ്ഞാലോ? എനിക്കെൻ്റെ ചെവികളെ വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. മിസ്റ്റർ ഹോംസ്, താങ്കൾ ശ്രദ്ധിച്ചിരിക്കാം, എനിക്ക് സാമാന്യം ഇടതൂർന്ന തലമുടിയുണ്ട്. അതും കടും തവിട്ട് നിറത്തിൽ വളരെ മനോഹരമായ മുടി. ഉടനടി അത് മുറിച്ച് കളയുന്നതിനെക്കുറിച്ച് സ്വപ്നം കാണാൻ കൂടി എനിക്ക് കഴിയുമായിരുന്നില്ല. അത് അസാധ്യമായ കാര്യമാണ്, ഞാൻ പറഞ്ഞു. അയാളുടെ മുഖം മങ്ങി. അത് വളരെ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു, അയാൾ പറഞ്ഞു. അതിൻ്റെ ഭാര്യയുടെ ഒരു മാനസിക ചാപല്യമാണ്. അപ്പോൾ നിങ്ങൾ മുടി മുറിക്കില്ല? ഇല്ല സാർ, എനിക്കത് സാധ്യമല്ല, ഞാൻ തറപ്പിച്ച് പറഞ്ഞു. അങ്ങനെയെങ്കിൽ മിസ് ടോപ്പർ, എനിക്ക് മറ്റു ചില യുവതികളെ കൂടി നോക്കേണ്ടതുണ്ട്, അയാൾ മാനേജറെ നോക്കി പറഞ്ഞു. ആ സ്ത്രീ ദേഷ്യത്തോടെ എൻ്റെ നേരെ ആക്രോശിച്ചു കൊണ്ട് പറഞ്ഞു. ഏറ്റവും നല്ല വാഗ്ദാനം ഈ രീതിയിൽ നിങ്ങൾ നിരസിച്ച നിലയ്ക്ക് നിങ്ങൾക്ക് പോകാം. അവൾ മേശപ്പുറത്തിരുന്ന ചേങ്ങളിൽ ഒന്നടിച്ചു. ഒരു ഭൃത്യൻ എനിക്ക് പുറത്തേക്കുള്ള വഴിയും കാട്ടി. മിസ്റ്റർ ഹോംസ്, ഞാൻ താമസ സ്ഥലത്ത് തിരിച്ചെത്തി. അവിടെ ഭക്ഷണത്തിന് കാര്യമായൊന്നും ബാക്കിയുണ്ടായിരുന്നില്ല. മേശപ്പുറത്ത് കൊടുത്തു തീർക്കേണ്ട 2-3 ബില്ലുകൾ ഉണ്ട് താനും. അപ്പോൾ ഒരു വലിയ മണ്ടത്തരമല്ലേ കാണിച്ചതെന്ന് ഞാൻ സ്വയം ചോദിക്കാൻ തുടങ്ങി. ഇംഗ്ലണ്ടിൽ ചുരുക്കം ചില ആയമാർക്ക് ആണ്ടിൽ 100 പവൻ കിട്ടുന്നുള്ളൂ. അതിനു പുറമെ എൻ്റെ തലമുടി കൊണ്ട് എനിക്കെന്താണ് പ്രയോജനം? ഞാനൊരു തെറ്റ് ചെയ്തു എന്ന വിചാരം പിറ്റേ ദിവസമുണ്ടായി. എൻ്റെ ദുരഭിമാനത്തെ ഞാൻ മിക്കവാറും കീഴടക്കി. ഏജൻസിയുടെ അടുത്ത് ചെന്ന് ആ ജോലി ഇപ്പോഴും ഒഴിവാണോ എന്ന് അന്വേഷിച്ചു. പിന്നീടാണ് ആ മാനിൽ നിന്നും ഈ കത്ത് കിട്ടിയത്. ഇതാ, ഞാനത് വായിക്കാം. കോപ്പർ ബീച്ചസ്, വിൻചെസ്റ്ററിന് സമീപം. പ്രിയപ്പെട്ട മിസ് ഹണ്ടർ, നിങ്ങളുടെ തീരുമാനം പുനഃപരിശോധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുവാനാണ് ഇത് എഴുതുന്നത്. നിങ്ങൾ വരണമെന്ന കാര്യത്തിൽ എൻ്റെ ഭാര്യയ്ക്ക് അതീവ താല്പര്യമുണ്ട്. കാരണം നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ വിവരണം അവളെ വല്ലാതെ ആകർഷിച്ചിരിക്കുന്നു. 3 മാസം കൂടുമ്പോൾ 30 പവൻ വീതമോ ആണ്ടിൽ 120 പവനോ തരുവാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങളുടെ ആശ്രയഭ്രമങ്ങൾ മൂലം നിങ്ങൾക്കുണ്ടാകുന്ന അല്പം ചില അസൗകര്യങ്ങൾക്ക് ഈ തുക നഷ്ടപരിഹാരം ആകുമെന്ന് എനിക്കറിയാം. ഒരു പ്രത്യേകതരം നീലനിറത്തിൽ എൻ്റെ ഭാര്യയ്ക്ക് താല്പര്യമുണ്ട്. രാവിലെ ഉള്ളപ്പോൾ നിങ്ങളും അത്തരം വസ്ത്രം ധരിക്കണം. എൻ്റെ മകൾ ആലീസിൻ്റെ വക ഒരെണ്ണം ഇവിടെ ഇരിപ്പുണ്ട്. അത് നിങ്ങൾക്ക് പാകമാകുമെന്ന് ഞാൻ കരുതുന്നു. തലമുടിയെ സംബന്ധിച്ചിടത്തോളം അത് കഷ്ടം തന്നെ. എന്നാൽ ആ നിബന്ധനയിൽ ഉറച്ചു നിൽക്കാതെ തരമില്ല. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ചുമതലകൾ ലഘുവാണ്. വരാൻ ശ്രമിക്കൂ. വിൻചെസ്റ്ററിൽ ഞാൻ വണ്ടിയുമായി നിങ്ങളെ സന്ധിക്കാം. നിങ്ങൾ ഏത് വണ്ടിക്ക് വരുമെന്ന് അറിയിക്കൂ. വിധേയൻ, ജെഫ്രോ റുഗാസിൻ. മിസ്റ്റർ ഹോംസ്, എനിക്കിപ്പോൾ കിട്ടിയ കത്ത് ഇതാണ്. ഞാനത് സ്വീകരിക്കുവാൻ തീരുമാനിച്ചു. എങ്കിലും അവസാനത്തെ ചുവട് വയ്ക്കുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും താങ്കളുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കുവാൻ വിചാരിച്ചു. ശരി മിസ്റ്റർ ഹണ്ടർ, നിങ്ങൾ തീരുമാനിച്ചു കഴിയുമെങ്കിൽ പ്രശ്നം അവസാനിച്ചു. മന്ദഹസിച്ചുകൊണ്ട് ഹോംസ് പറഞ്ഞു. ഹോംസ്, എന്താണ് ഇതിൻ്റെയെല്ലാം അർത്ഥം? എനിക്ക് പറയാനാവില്ല. ഒരുപക്ഷേ നിങ്ങൾ സ്വയം ചില അഭിപ്രായങ്ങൾ രൂപീകരിച്ചിട്ടുണ്ടാവാം. മിസ്റ്റർ റുഗാസിൻ ദയാലുവും നല്ല പ്രകൃതക്കാരനുമാണെന്ന് തോന്നുന്നു. അയാളുടെ ഭാര്യ ഭ്രാന്തിയായിരിക്കാം. അയാൾ അത് രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്നത് ഒരു കാര്യമായിരിക്കാം. ഒരു പൊട്ടിത്തെറിക്കൽ ഒഴിവാക്കാൻ വേണ്ടി അവരുടെ പിരികളക്കങ്ങൾ അയാൾ അനുനയപൂർവ്വം നിറവേറ്റുകയാവാം. അത് സാധ്യതയുള്ളതാണ്. കാര്യങ്ങളുടെ കിടപ്പ് നോക്കുമ്പോൾ ഏറ്റവും സാധ്യതയുള്ള ഒന്ന്. യുവതി കൃതജ്ഞാപൂർവം ഷെർലക് ഹോംസിനെ നോക്കി പറഞ്ഞു. നിങ്ങളോട് പരിതസ്ഥിതികൾ വിശദീകരിച്ചാൽ ഭാവിയിൽ നിങ്ങളുടെ സഹായം വേണ്ടി വരികയാണെങ്കിൽ
അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിച്ചു. നിങ്ങൾ എൻ്റെ പിന്നിലുണ്ടെങ്കിൽ എനിക്ക് അത്രയും കരുത്തും തോന്നും. നിങ്ങൾക്ക് ആ ധൈര്യത്തോടെ പോവാം. എന്തെങ്കിലും അപകടം മണത്താൽ അപ്പോൾ തന്നെ കമ്പി സന്ദേശം അയയ്ക്കുക. ഞാൻ അവിടെ എത്തും. ഹോംസ് ഉറപ്പ് കൊടുത്തു. അത് മതി. അവർ കസേരയിൽ നിന്നും എഴുന്നേറ്റു. ഹൃദയലാഘവത്തോടെ ഇപ്പോഴെനിക്ക് ഷാംഷെയറിൽ പോകാം. ഉടൻ തന്നെ ഞാൻ റുഗാസിനെ ഒരു കത്തെഴുതും. നാളെ വിൻസെൻസ് ചെസ്റ്റിലേക്ക് തിരിക്കും. ഹോംസിനോട് അവൾ വിട വാങ്ങി. അവൾ കോണിപ്പടികൾ ഇറങ്ങിയപ്പോൾ ഹോംസ് സൗഗൗരവം പറഞ്ഞു, ഏറെ ദിവസം കഴിയും മുമ്പ് അവളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കേൾക്കാം. 2 ആഴ്ച കഴിഞ്ഞു. എൻ്റെ ചിന്തകൾ ഇക്കാലത്ത് കൂടെ അവളിലേക്ക് തിരിഞ്ഞു. എന്തെന്ന് അസാധാരണ മാനുഷികാനുഭവങ്ങളിലേക്കാണ് ഏകാഗ്നിയായ ഈ സ്ത്രീ കടന്നു ചെന്നത് എന്ന് അത്ഭുതപ്പെട്ടു. അസാധാരണ ശമ്പളം, വിസ്മയകരമായ വ്യവസ്ഥകൾ, നിസ്സാര ചുമതലകൾ, എല്ലാം അസാധാരണമായ ഒന്നിലേക്ക് വിരൽ ചൂണ്ടി. ഇന്നലെ രാത്രി വളരെ വൈകി ഞങ്ങൾക്ക് ഒരു കമ്പി കിട്ടി. അദ്ദേഹം ഒരു മഞ്ഞക്കവർ തുറന്ന് സന്ദേശം ഓടിച്ചു നോക്കി. അതിൻ്റെ അടുത്തേക്കിട്ടു. ബ്രാൻഷായിലേക്കുള്ള തീവണ്ടിയുടെ സമയമൊന്ന് നോക്കൂ, അദ്ദേഹം പറഞ്ഞു. സന്ദേശം ഹ്രസ്വവും അടിയന്തരവുമായിരുന്നു. ദയവായി നാളെ ഉച്ചയ്ക്ക് വിൻസെസിലെ ബ്ലാക്ക് സ്വാൻ ഹോട്ടലിൽ വരണം. എനിക്ക് ഗതിമുട്ടിയിരുന്നു. എന്നെ നോക്കിക്കൊണ്ട് ഹോംസ് ചോദിച്ചു, നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുവോ? വരാൻ ആഗ്രഹിക്കുന്നു. എങ്കിൽ അതൊന്ന് നോക്കൂ. 9:30 ഒരു തീവണ്ടിയുണ്ട്. വിൻസെസറിൽ അത് 11:30 എത്തും. പിറ്റേന്ന് 11:30 ആയപ്പോഴേക്കും ആ പടിയ ഇംഗ്ലീഷ് തലസ്ഥാനത്തേക്കുള്ള യാത്രാമധ്യയിലായിരുന്നു. വസന്തകാലത്തെ മനോഹരമായ പകൽ, ഇളം നീലനിറമാർന്ന ആകാശം, ഓടിപ്പോകുന്ന വെൺമേഘശലകങ്ങൾ. അധികം വൈകാതെ അവർ വിൻസെസറിൽ എത്തിച്ചേർന്നു. ഹൈസ്ട്രീറ്റിലെ പ്രസിദ്ധി കേട്ട ഹോട്ടലായിരുന്നു ബ്ലാക്ക് സ്വാൻ. സ്റ്റേഷനിൽ നിന്നും അധികം ദൂരെയല്ല. അവിടെ ഞങ്ങളെ കാത്ത് ആ യുവതി ഇരിപ്പുണ്ടായിരുന്നു. ഒരു മുറിയെടുത്തിരുന്ന അവർ മേശമേൽ ഞങ്ങൾക്കായി ആഹാരവും കരുതിയിരുന്നു. നിങ്ങൾ വന്നതിൽ വളരെ സന്തോഷം. നിങ്ങളുടെ ഉപദേശം എനിക്ക് ഏറ്റവും വിലപ്പെട്ടതാവും. നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് പറയൂ, ഞാൻ പറയാം. മിസ്റ്റർ റുഗാലിസിനോട് 3 മുമ്പ് തിരിച്ചെത്താമെന്നാണ് ഞാൻ ഉറപ്പ് കൊടുത്തിരിക്കുന്നത്. എന്താണ് എൻ്റെ ഉദ്ദേശമെന്നറിയില്ലെങ്കിലും ഇന്ന് രാവിലെ ടൗണിലേക്ക് പോരാൻ എനിക്ക് അനുവാദം തന്നു. എല്ലാം ക്രമത്തിൽ പറയൂ. ഹോംസ് കേൾക്കാൻ തയ്യാറായിരുന്നു. ആദ്യമായി മിസ്റ്റർ ആൻഡ് മിസ്സിസ് റുഗാലിസിൽ നിന്നും എനിക്കൊരു വിധത്തിലുള്ള ഉപദ്രവം ഉണ്ടായിട്ടില്ലെന്ന് പറയട്ടെ. പക്ഷേ എനിക്കവരെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവരെക്കുറിച്ച് എൻ്റെ മനസ്സിൽ അസ്വസ്ഥതകളുണ്ട്. എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വയ്യാത്തത്? അവരുടെ പെരുമാറ്റത്തിൻ്റെ കാരണങ്ങൾ. അതൊക്കെ സംഭവിച്ചതുപോലെ പറയാം. ഞാൻ വന്നപ്പോൾ മിസ്റ്റർ റുഗാസിൻ ഇവിടെ വന്ന് എന്നെ കണ്ടു. അയാളുടെ വണ്ടിയിൽ എന്നെ കോപ്പർ ബീച്ചസിലേക്ക് കൊണ്ടുപോയി. അയാൾ പറഞ്ഞതുപോലെ അത് സ്വതേ മനോഹരമായ സ്ഥലത്താണ്. പക്ഷെ ആ വീട് മനോഹരമല്ല. വലിയ സമചതുരാകൃതിയിലുള്ള ഒരു വീട്. വെള്ളപൂശിയതൊക്കെ വിണ്ടുകീറിയും ചെളി പറ്റിയും മഴയേറ്റും വികൃതമായിട്ടുണ്ട്. അതിനു ചുറ്റും പറമ്പുകളുമുണ്ട്. 3 വശത്തും മരങ്ങൾ. 4ാമത്തെ വശത്ത് ഒരു വെളിപ്പറമ്പ്. അത് സതാംപ്ടൺ റോഡ് വരെ ചരിഞ്ഞു കിടക്കുന്നു. റുഗാസിൽ എന്നെ അവിടെ എത്തിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും കുട്ടിയെയും പരിചയപ്പെടുത്തി തന്നു. ഭർത്താവിനേക്കാൾ പ്രായം കുറവാണ് അവർക്ക്. സംസാരത്തിൽ നിന്നും അവർ വിവാഹിതരായിട്ട് ഏതാണ്ട് 7 കൊല്ലമായെന്നും ആദ്യ ഭാര്യയിലെ ഏക മകളായ പെൺകുട്ടി ഫിലാഡൽഫിയയിലേക്ക് പോയിരിക്കുകയാണെന്നും അറിയാൻ കഴിഞ്ഞു. 2ാം അമ്മയോട് അവൾക്ക് അകാരണമായി കടുത്ത വിദ്വേഷമുണ്ടായതിനാലാണ് അവൾ അവരെ വിട്ടുപോയതെന്ന് റുഗാസൻ രഹസ്യമായി എന്നോട് പറഞ്ഞു. നിർവികാരിയായ ആ സ്ത്രീയാണ് മിസ്സിസ് റുഗാസിൽ. ഭർത്താവിനും മകനും വേണ്ടി സമർപ്പിച്ചതാണ് അവരുടെ ജീവിതം. അയാൾക്കും അവളോട് സ്നേഹമുണ്ട്. മൊത്തത്തിൽ അവർ സന്തോഷത്തോടെ ജീവിക്കുന്ന ദമ്പതിമാരാണെന്ന് തോന്നുന്നു. എങ്കിലും അവൾക്കെന്തോ രഹസ്യ ദുഃഖമുണ്ട്. മകൻ്റെ സ്വഭാവ വൈചിത്രമായിരിക്കും അവളുടെ മനസ്സിനെ മതിക്കുന്നതെന്ന് ചിലപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം
ഇത്ര വികൃത സ്വഭാവമുള്ള ഒരു ജന്തുവിനെ ഞാൻ കണ്ടിട്ടില്ല. പ്രായത്തിന് തക്ക വലിപ്പവും അവനില്ല. ശരീരവുമായി പൊരുത്തപ്പെടാത്ത വലിയ ഒരു തലയും. തന്നെക്കാൾ ദുർബലരായ ഏത് ജീവിയെയും വേദനിപ്പിക്കലാണ് അവന് രസകരമായ ഒരു കാര്യം. വേലക്കാരുടെ പെരുമാറ്റവും രൂപവുമാണ് അസുഖകരമായ ഒരു കാര്യം. അവിടെ ആകെ 2 പേരെയുള്ളൂ, ഒരു പുരുഷനും അവൻ്റെ ഭാര്യയും. ടോളർ എന്ന പേരുള്ള അയാൾ പരുക്കനും സംസ്കാരശൂന്യനുമാണ്. അവനെ സദാ മദ്യമണപ്പിച്ച് നടന്നിരുന്നു. ഞാനവിടെ ചെന്നതിൽ പിന്നെ 2 പ്രാവശ്യം അയാൾ കുടിച്ച് ബോധം കിട്ടു. പക്ഷേ മിസ്റ്റർ റുഗാസിൻ അത് കണ്ടത് നടിച്ചത് പോലുമില്ലായിരുന്നു. അവൻ്റെ ഭാര്യ വളരെ ഉയരവും വികൃതമായ മുഖവും നല്ല കരുത്തമുള്ള ഒരുത്തിയാണ്. പക്ഷേ നിശബ്ദതയാണ്. ഞാൻ അധിക സമയവും നഴ്സറിയിലോ എൻ്റെ മുറിയിലോ ആണ് കഴിച്ചു കൂട്ടുന്നത്. കോപ്പർ ബീച്ചിൽ ചെന്ന 3-ാം ദിവസം റുഗാസിനും ഭാര്യ എന്നോട് പറഞ്ഞു, മിസ് ഹണ്ടർ, ഞങ്ങൾ നിങ്ങളോട് വളരെ കടപ്പെട്ടിരിക്കുന്നു. കാരണം ഞങ്ങളുടെ താല്പര്യമനുസരിച്ച് നിങ്ങൾ മുടിമുറിക്കുന്നത് പോലും ചെയ്തു. നീല വസ്ത്രം ധരിച്ചാൽ നിങ്ങൾ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് കാണാൻ ഒരു ആഗ്രഹമുണ്ട്. നിങ്ങളുടെ മുറിയിലെ കിടക്കിൽ അത് വെച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടി കരുതിരുന്ന വസ്ത്രത്തിന് ഒരു പ്രത്യേകതരം നീല നിറമായിരുന്നു. എൻ്റെ അളവെടുത്ത് തുന്നിയത് പോലെത്ര പാകമായിരുന്നു അത്. എന്നെ ആ വേഷത്തിൽ കണ്ട് ഇരുവരും അത്യധികം സന്തോഷിച്ചു. ഡ്രോയിങ് റൂമിലെ നടുവലത്തെ ജനലിനടുത്തായി പുറംതിരിച്ച് ഒരു കസേര ഇട്ടിരുന്നു. എന്നോട് അതിൽ വന്നിരിക്കാൻ വേണ്ടി അവർ ആവശ്യപ്പെട്ടു. പിന്നെ മിസ്റ്റർ റുഗാസൻ മുറിയുടെ മറുവശത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് അനേകം തമാശ കഥകൾ പറയാൻ തുടങ്ങി. അവശയാവും വരെ ഞാൻ ചിരിച്ചു. രസികത്വമില്ലാത്ത മിസ്സിസ് റുഗാസൻ എന്തായാലും അത്രയൊന്നും ചിരിച്ചില്ല. 2 ദിവസം കഴിഞ്ഞ് ഇതേ സാഹചര്യത്തിൽ ഇക്കാര്യങ്ങളൊക്കെ ആവർത്തിച്ചു. വീണ്ടും ഞാൻ വസ്ത്രം മാറി. വീണ്ടും ഞാൻ ജനലിനരികിലിരുന്നു. വീണ്ടും റുഗാസിൻ്റെ തമാശ കഥകൾ കേട്ട് ഹ്രാതവം ഞാൻ തുറന്നു. പിന്നെ അദ്ദേഹം എനിക്കൊരു നോവൽ തന്നു. എന്നോട് ഉച്ചത്തിൽ വായിക്കാൻ പറഞ്ഞു. ഏതാണ്ട് 10 മിനിറ്റ് കഴിയും മുമ്പ് പെട്ടെന്ന് വായന നിർത്താനും വസ്ത്രം മാറാനും അദ്ദേഹം ആജ്ഞാപിച്ചു. ഞാൻ വായിക്കുമ്പോൾ ജനലിന് പുറത്ത് എൻ്റെ പിന്നിൽ എന്താണ് നടക്കുന്നതെന്നറിയാൻ എനിക്ക് അടങ്ങാത്ത ആഗ്രഹമുണ്ടായിരുന്നു. പെട്ടെന്നൊരു ചിന്ത എന്നിൽ ഉദിച്ചു. എൻ്റെ കൈലേസിനുള്ളിൽ കണ്ണാടിയുടെ ഒരു കഷ്ണം മറച്ചു വെച്ച് അടുത്ത തവണ കൈലേസ് കണ്ണിന് നേരെ പിടിച്ച് പുറകിൽ എന്താണെന്ന് ഞാൻ നോക്കി. ഞാൻ നിരാശയായി. അവിടെ ഒന്നുമില്ലായിരുന്നു. എന്നാൽ 2-ാമത്തെ പ്രാവശ്യം നോക്കിയപ്പോൾ സതാംപ്ടൺ റോഡിൽ ഒരാൾ നിൽക്കുന്നത് ഞാൻ കണ്ടു. ചാര നിറമുള്ള സൂട്ടും ചെറിയൊരു താടി മീശയുമുള്ള അയാൾ എൻ്റെ നേരെ നോക്കുന്നതായി എനിക്ക് തോന്നി. ഈ മനുഷ്യൻ ഞങ്ങളുടെ അതിർത്തിയിലുള്ള വേലിക്കരികൾ ചാരി നിന്ന് താല്പര്യത്തോടെ നോക്കുകയായിരുന്നു. അപ്പോൾ വളരെ ഉദ്യോഗപൂർവം മിസ്സിസ് റുഗാസൻ എഴുന്നേറ്റ് പറഞ്ഞു, ജെഫ്രോ, അതാ റോഡിൽ നിന്ന് ഒരു ധിക്കാരി മിസ് ഹണ്ടറെ തുറച്ചു നോക്കുന്നത് കണ്ടോ? മിസ് ഹണ്ടർ നിങ്ങളുടെ സുഹൃത്തുക്കളൊന്നും അല്ലല്ലോ അത്? അയാൾ ചോദിച്ചു. അല്ല, ഈ ഭാഗത്താരും എനിക്ക് അറിഞ്ഞുകൂടല്ലോ. ദൈവമേ, എന്തു ധിക്കാരം! നിങ്ങൾ തിരിഞ്ഞ് അവനോട് പോകാൻ ആംഗ്യം കാട്ടൂ. പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു. ഉടനെ തന്നെ മിസ്സിസ് റുഗാസൻ ജനൽ കർട്ടനും താഴ്ത്തി. അത് ഒരാഴ്ച മുമ്പാണ്. അതിൽ പിന്നെ ഞാൻ ജനലരികിൽ നിന്നിട്ടില്ല. നീലവേഷം ധരിച്ചിട്ടില്ല. ആ മനുഷ്യനെ റോഡിൽ കണ്ടിട്ടുമില്ല. ദയവായി തുടരൂ. നിങ്ങളുടെ വിവരണം വളരെ രസകരമായിരിക്കുന്നു, ഹോംസ് പറഞ്ഞു. ഞാൻ കോപ്പർ ബീച്ചിലെത്തി. ആദ്യത്തെ ദിവസം തന്നെ മിസ്റ്റർ റുഗാസൻ അടുക്കള വാതിനടുത്ത് പുറത്തുള്ള ചെറിയ ഒരു മുറിയിലേക്ക് എന്നെ കൊണ്ടുപോയി. ഞങ്ങളിതിനടുത്തെത്തിയപ്പോൾ ചങ്ങല കിടങ്ങുന്ന ഒരു ശബ്ദം കേട്ടു. വലിയൊരു മൃഗം അനങ്ങുന്ന ശബ്ദവും. അതൊരു വേട്ട നായയായിരുന്നു. അത് കാർലോ ആണ്. സത്യത്തിൽ എൻ്റെ ഭൃത്യനായ ടോളറുടേതാണവൻ. ഇവനെ നിയന്ത്രിക്കാൻ അവന് മാത്രമേ കഴിയൂ. ദിവസത്തിൽ ഒരു പ്രാവശ്യമേ ഞങ്ങളിവന് തീറ്റ കൊടുക്കൂ. അതിനാൽ അവൻ സദാ ഊർജ്ജസ്വലനാണ്. ടോളർ അവനെ രാത്രിയിൽ നിന്ന് പുറത്തു വിടും. ദൈവത്തെ വിചാരിച്ച് നിങ്ങൾ രാത്രിയിൽ ഒരു കാരണവശാലും പുറത്തിറങ്ങരുത്. കാരണം അതിന് ജീവൻ വില കൊടുക്കേണ്ടി വരും. റുഗാസിന് മുന്നറിയിപ്പ് തന്നു. ഇനി എനിക്കൊരു വിചിത്രമായ അനുഭവമാണ് പറയാനുള്ളത്. ലണ്ടനിൽ വെച്ച് ഞാൻ എൻ്റെ മുടി മുറിപ്പിച്ചിരുന്നു. അതൊരു ചുരുളായി എൻ്റെ പെട്ടിയുടെ അടിയിൽ വെച്ചിരുന്നു. ഒരു ദിവസം ഞാൻ എൻ്റെ സാധനങ്ങൾ അടുക്കി വയ്ക്കുകയും
മുറിയിലെ ഫർണിച്ചറുകൾ പരിശോധിക്കുകയും ചെയ്യുകയായിരുന്നു. ആ മുറിയിൽ ഒരു പഴയ അലമാരയുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലത്തെ 2 വലിപ്പുകൾ ഒഴിഞ്ഞും താഴത്തെ ഒന്ന് പൂട്ടിയും കിടന്നു. ഞാൻ എൻ്റെ താക്കോൽ കൂട്ടമെടുത്ത് അത് തുറക്കാൻ ശ്രമിച്ചു. ആദ്യത്തെ താക്കോൽ കൊണ്ട് തന്നെ അത് തുറക്കാൻ കഴിഞ്ഞു. അതിനകത്താകെ ഒരു സാധനമേ ഉണ്ടായിരുന്നുള്ളൂ. അതെൻ്റെ ചുരുട്ടി വെച്ച മുടിയായിരുന്നു. ഈ അലമാരിൽ എൻ്റെ മുടി എങ്ങനെ വെച്ച് പൂട്ടാനിടയായി? വിറയ്ക്കുന്ന കൈകളോടെ ഞാൻ എൻ്റെ പെട്ടി തുറന്നു. അതിനുള്ളിലതാ എൻ്റെ മുടി ഭദ്രമായിരിക്കുന്നു. ഞാൻ ആ 2 മുടിക്കെട്ടുകളും ഒപ്പം വെച്ചു. അവ രണ്ടും ഒരുപോലെയായിരുന്നു. അസാധാരണമല്ലേ? പരിഭ്രമിച്ച അവശയായ എനിക്ക് അതിൻ്റെ അർത്ഥമെന്താണെന്ന് കണ്ടുപിടിക്കാനായില്ല. മിസ്റ്റർ ഹോംസ്, നിരീക്ഷിക്കുന്ന സ്വഭാവം എനിക്കുണ്ട്. ആ വീട്ടിൽ ആരും താമസിക്കാത്തതും ഒരിക്കലും തുറക്കാത്തതുമായ ചില മുറികളുമുണ്ട്. ഒരു ദിവസം ഞാൻ കോണി കയറി ചെല്ലുമ്പോൾ മിസ്റ്റർ റുഗാസൻ ഇറങ്ങി വരുന്നത് കണ്ടു. ആ വാതിലൂടെ വന്ന അയാളുടെ കയ്യിൽ താക്കോലുകളും ഉണ്ടായിരുന്നു. അപരിചിതയായ മറ്റൊരു മുഖഭാവമായിരുന്നു അയാൾക്കപ്പോൾ. അയാളുടെ ചുവന്ന് ദേഷ്യം കൊണ്ട് ഞരമ്പുകൾ പിടിച്ചു നിന്നിരുന്നു. വാതിൽ പൂട്ടി. ഒരു വാക്ക് പറയുകയോ ഒന്ന് നോക്കുകയോ ചെയ്യാതെ അയാൾ എന്നെ കടന്നുപോയി. ഇതെന്നിൽ ജിജ്ഞാസയുണർത്തി. ഞാൻ അറിയാത്ത എന്തോ രഹസ്യം ആ മുറിക്കുള്ളിൽ ഉണ്ടെന്ന് ആ നിമിഷം എനിക്ക് മനസ്സിലായി. അവിടേക്ക് പോകാൻ എനിക്ക് വലിയ മോഹവുമായി. ആ വിലപ്പെട്ട വാതിലൂടെ കടക്കാൻ ഞാനൊരു അവസരവും പാർത്തിരുന്നു. ഇന്നലെ മാത്രമാണതിന് അവസരമൊത്തത്. മിസ്റ്റർ റുഗാസിന് പുറമെ ടോളറും ഭാര്യയും ഒഴിഞ്ഞ ഈ മുറികളിൽ എന്തോ ചെയ്യുന്നുവെന്നും കൂടി പറയട്ടെ. ഇന്നലെ വൈകുന്നേരം ടോളർ വളരെയധികം മദ്യപിച്ചിരുന്നതിനാൽ ഞാൻ മുകളിലേക്ക് ചെന്നപ്പോൾ വാതിലിൽ താക്കോലുണ്ടായിരുന്നു. മിസ്റ്റർ റുഗാസിനും ഭാര്യയും താഴെയായിരുന്നു. കുട്ടിയും അവരോടൊപ്പമായിരുന്നു. അതിനാൽ എനിക്ക് നല്ല ഒരു അവസരമായി. ഞാൻ പതുക്കെ താക്കോല് തിരിച്ചു. വാതിൽ തുറന്ന് ഉള്ളിൽ കടന്നു. എനിക്ക് മുമ്പിൽ അല്പം വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. കാർപ്പറ്റൊന്നുമില്ലാത്ത പരിക്കൻ തറ. ആ ഇടനാഴി അങ്ങേയറ്റത്ത് ചെല്ലുമ്പോൾ വലത്തോട്ട് തിരിയുന്നു. അവിടെ 3 വാതിലുകൾ നിരനിരയായി. ആദ്യത്തെയും 3ാമത്തെയും വാതിലുകൾ തുറന്നു കിടന്നു. അവ ഒഴിഞ്ഞ മുറികളാണ്. നടുവിലത്തെ വാതിൽ അടങ്ങി കിടന്നു. അതിൻ്റെ പുറകുവശത്തെ ഒരു വശം ചുമരിലെടുപ്പിച്ച വീതി കൂടിയ ഒരു ഇരുമ്പ് തണ്ട് ഉണ്ടായിരുന്നു. വാതിൽ പൂട്ടിയിരുന്നു. താക്കോൽ അവിടെ കണ്ടില്ല. അതിൻ്റെ വാതിലിലൂടെ വരുന്ന പ്രകാശത്തിൽ ആ മുറിയാകെ ഇരുട്ടിലായിരുന്നില്ല എന്നെനിക്ക് മനസ്സിലായി. മുകളിൽ നിന്ന് വ്യക്തമായും നാട്ടുവെളിച്ചം ഉള്ളിലേക്ക് കടത്തിവിട്ടിരുന്നു. വാതിലിന് താഴെയുണ്ടായിരുന്ന ചെറിയ വിടവിലെ മങ്ങിയ വെളിച്ചത്തിൽ ഒരു നിഴൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കണ്ടു. അകാരണവും ഭ്രാന്തവുമായ ഒരു ഭയം അത് കണ്ടയുടൻ എന്നിലുണ്ടാക്കി. ഞാൻ തിരിഞ്ഞോടി. പുറത്ത് കാത്തു നിന്നിരുന്ന മിസ്റ്റർ റുഗാസിൻ്റെ കൈകളിലേക്കാണ് ചെന്ന് വീണത്. അത് ശരി, ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. അപ്പോൾ അത് നീയായിരുന്നു. വാതിൽ തുറന്ന് കിടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അത് വിചാരിച്ചു. ഓ, ഞാനൊക്കെ ഭയന്നുപോയി. ഞാൻ കിതച്ചു. അയാൾ അനുനയ സ്വരത്തിലാണ് സംസാരിച്ചത്. വെറുതെ കിടന്ന ആ ഭാഗത്തേക്ക് പോയി ഞാൻ വിട്ടുതം കാട്ടി. എന്തൊരു ഭയങ്കര നിശബ്ദയാണ് അവിടെ, ഞാൻ പറഞ്ഞു. ഞാൻ ഈ മുറി പൂട്ടിയിടുന്നത് എന്തിനാണെന്നാണ് നീ കരുതുന്നത്? എനിക്കറിഞ്ഞുകൂടാ, തീർച്ച. ആവശ്യമില്ലാത്തവർ അവിടെ കയറാതിരിക്കാൻ തന്നെ, മനസ്സിലായോ? അയാളെപ്പോഴും ചിരിക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായും. ഞാനത് അറിഞ്ഞിരുന്നുവെങ്കിൽ ആകെ വിറച്ചുകൊണ്ട് എൻ്റെ കിടക്കയിൽ ചെന്ന് കിടന്നതല്ലാതെ മറ്റൊന്നും എനിക്ക് ഓർമ്മയില്ല. മിസ്റ്റർ ഹോംസ്, പിന്നെ ഞാൻ നിങ്ങളെക്കുറിച്ച് ഓർത്തു. എന്തെങ്കിലും ചില ഉപദേശമില്ലാതെ എനിക്കവിടെ അധികം നാൾ കഴിയാൻ വയ്യ. ആ വീടിനെയും ആ മനുഷ്യനെയും ആ സ്ത്രീയെയും വേലക്കാരിയെയും ആ കുട്ടിയെയും എനിക്ക് ഭയമാണ്. എൻ്റെ മനസ്സുടമ ഉടനെ തീരുമാനിച്ചു നിങ്ങളോട് ഇക്കാര്യം അറിയിക്കണമെന്ന്, താങ്കൾക്ക് കമ്പിയടിക്കണമെന്ന്. ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആശ്വാസമായി. ഏതായാലും 3 മണിക്ക് മുമ്പ് എനിക്ക് മടങ്ങിപ്പോകണം. റുഗാസലും ഭാര്യയും പുറത്തു പോകുന്നുണ്ട്. അതിനാൽ എനിക്ക് കുട്ടിയെ നോക്കണം. എൻ്റെ അനുഭവങ്ങൾ കേട്ടിട്ട് താങ്കൾക്ക് എന്തു തോന്നുന്നു? ഇനി ഞാൻ എന്തു ചെയ്യണം? അസാധാരണമായ ഈ കഥ കേട്ട്
എൻ്റെ സ്നേഹിതൻ എഴുന്നേറ്റ് ആ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഡോളർ ഇപ്പോഴും കുടിച്ചിരിക്കുകയാണോ? അദ്ദേഹം ചോദിച്ചു. അതെ, അയാളെ കൊണ്ടൊന്നും വയ്യെന്ന് അയാളുടെ ഭാര്യ മിസ്സിസ് റുഗാസിനോട് പറയുന്നത് കേട്ടു. അത് കൊള്ളാം. റുഗാസിനും ഭാര്യയും ഇന്ന് രാത്രി പുറത്തു പോകും. ഓവ്, അങ്ങനെയെങ്കിൽ ഞാനും എൻ്റെ സുഹൃത്തും കോപ്പർ ബീച്ചസിൽ 7 മണിയോടെ എത്താം. ആ സമയത്തേക്ക് റുഗാസന്മാർ പുറത്തു പോയിട്ടുണ്ടാവും. ടോളർക്ക് ബോധവും കാണില്ല. പിന്നെ മിസ്സിസ് ടോളർ മാത്രമേ ഉണ്ടാകൂ. അവരെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് മുറിയിലടച്ചാൽ കാര്യങ്ങളെല്ലാം ഭംഗിയാകും. ഞാനത് ചെയ്യാം. നന്നായി. എന്നാൽ എല്ലാ രഹസ്യവും ഇന്ന് കണ്ടുപിടിക്കാം. ഇതിന് സാന്നിധ്യമായ ഒരു വിശദീകരണം മാത്രമേ ഉള്ളൂ. നിങ്ങളെ അവിടെ കൊണ്ട് ചെന്നിരിക്കുന്നത് മറ്റാരെയോ അനുകരിക്കാനാണ്. യഥാർത്ഥത്തിലുള്ള ആൾ ആ മുറിയിൽ തടങ്കലിലാണ്. ഇത് വ്യക്തം. അതാരാണെന്ന് ചോദിച്ചാൽ അയാളുടെ മകളായ മിസ് ആലിസ് റുഗാസനാണെന്ന് എനിക്കൊരു സംശയമില്ല. അവൾ അമേരിക്കയിൽ പോയിരിക്കുകയാണെന്നാണല്ലോ അവർ പറയപ്പെടുന്നത്. ഉയരം, ആകാരം, തലമുടിയുടെ നിറം ഇവയിലൊക്കെ അവളെപ്പോലെ സാദൃശ്യമുള്ളതിനാലാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. ഏതോ കാരണത്താൽ അവളുടെ മുടി മുറിച്ചു മാറ്റിയിരിക്കുന്നതിനാണ് നിങ്ങളുടെയും മുടി മുറിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഭാഗ്യം കൊണ്ട് അവളുടെ തലമുടി മുറിച്ചു വെച്ചത് കാണാൻ കഴിഞ്ഞു. വഴിയിൽ നിന്ന ആ മനുഷ്യൻ മിക്കവാറും അവളുടെ പ്രതിശ്രുത വരനാവാം. ആ പെണ്ണിൻ്റെ വസ്ത്രം ധരിക്കുകയും അവൾ തന്നെ ഇരുന്ന് അവൻ കാണുമ്പോഴൊക്കെ ചിരിക്കുകയും പിന്നെ ആംഗ്യം കാണിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ മിസ് റുഗാസൻ പൂർണ്ണ സന്തോഷവതിയാണെന്നും തൻ്റെ സൗഹൃദം അവൾ ഇനി അഭിലഷിക്കുകയില്ലെന്നും അവൻ വിശ്വസിക്കും. അവളുമായി സമ്പർക്കം പുലർത്താൻ അവൻ ശ്രമിക്കാതിരിക്കാനാണ് പട്ടിയെ രാത്രിയിൽ അഴിച്ചുവിടുന്നത്. ഇത്രയും തികച്ചും വ്യക്തമാണ്. ഞങ്ങൾ കൃത്യം 7 തന്നെ കോപ്പർ ബീച്ചസിലെത്തി. അസ്തമയ സൂര്യൻ്റെ പ്രകാശത്തിൽ മിസ് ഹണ്ടർ ചിരിച്ചുകൊണ്ട് വാതിൽക്കൽ നിന്നിരുന്നു. താഴെ എവിടെ നിന്നോ ആരോ തട്ടി വിളിക്കുന്ന വലിയ ശബ്ദം കേട്ടു. അത് വീങ്ങി മുറിക്കുള്ളിൽ നിന്നും മിസ്സിസ് ടോളറാണ്. അവളുടെ ഭർത്താവ് അടുക്കളയിൽ സുരക്ഷിതമായി കിടന്ന് കൂർക്കം വലിച്ചുറങ്ങുന്നു. ഇതാ മിസ്റ്റർ റുഗാസിൻ്റെ ഇരട്ടത്താക്കോലുകൾ, അവൾ പറഞ്ഞു. നിങ്ങൾ നന്നായി തന്നെ പ്രവർത്തിച്ചു, ഉത്സാഹത്തോടെ ഹോംസ് പറഞ്ഞു. ഞങ്ങൾ കോണി കയറി, വാതിൽ തുറന്നു, ഒരു ഇടനാഴി കടന്നു. മിസ് ഹണ്ടർ വിവരിച്ച തടങ്കൽ മുറിയുടെ മുന്നിലെത്തി. ഹോംസ് വിലങ്ങങ്ങനെയുള്ള കമ്പി നീക്കി. പിന്നീട് പല താക്കോലുകൾ താഴിലിട്ട് നോക്കിയെങ്കിലും ഒന്നും ഫലിച്ചില്ല. എങ്കിലും ഒടുവിൽ വല്ല വിധവും തുറന്നു കിട്ടി. ഞങ്ങൾ മുറിയിൽ കയറി. പക്ഷെ അത് കാലിയായിരുന്നു. ഒരു ചെറിയ കിടക്കയും ഒരു കൊച്ചു മേശയും ഒരു കൊട്ട നിറയെ തുണിയും മാത്രം. മുകളിൽ ആകാശം തുറസായിരുന്നു. തടവ് പുള്ളി പോയി കഴിഞ്ഞിരുന്നു. ഇവിടെ എന്തോ ചതി നടന്നിട്ടുണ്ട്, ഹോംസ് പറഞ്ഞു. മിസ്റ്റർ റുഗാസൻ മിസ് ഹണ്ടറുടെ ഉദ്ദേശങ്ങൾ ഊഹിച്ചിട്ടുണ്ട്. പ്രതിയെ കടത്തിക്കൊണ്ടുപോയിരിക്കുന്നു. എങ്ങനെ? നാട്ടുവെളിച്ചത്തിൽ ഹോംസ് വേഗം തട്ടിന് മുകളിലേക്ക് തൂങ്ങിക്കയറി. ആ ശരി, അദ്ദേഹം പറഞ്ഞു. മോന്തായത്തിനെതിരെയുള്ള നീണ്ട കനം കുറഞ്ഞ കോണിയുടെ അറ്റം ഇവിടെയാണ്. അങ്ങനെയാണ് അയാൾ അത് ചെയ്തത്, മിസ് ഹണ്ടർ പറഞ്ഞു. പക്ഷേ അത് അസാധ്യമാണ്. റുഗാസന്മാർ പോയപ്പോൾ ആ കോണി അവിടെ ഉണ്ടായിരുന്നില്ല. അയാൾ മടങ്ങി വന്ന് അത് ചെയ്തു. അയാൾ സൂത്രശാലിയാണ്, അപകടകാരിയും. ഇപ്പോൾ കോണിപ്പടിയിൽ കേൾക്കുന്ന കാൽപെരുമാറ്റം അയാളുടേതാകാം. വാട്സൺ കൈത്തോക്കെടുത്തു. റെഡിയായിക്കൊള്ളൂ. അടുത്ത നിമിഷം വാതിൽക്കൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. അയാളുടെ കയ്യിൽ കനത്ത വടിയുണ്ടായിരുന്നു. അയാളെ കണ്ടയുടൻ മിസ് ഹണ്ടർ ഭയക്രാന്തമായി ചുമരിലേക്ക് ചേർന്ന് നിന്നു. എന്നാൽ ഷെർലക് ഹോംസ് കുതിച്ച് അയാളെ തടഞ്ഞു. എടാ ദുഷ്ട, അദ്ദേഹം ചോദിച്ചു. എവിടെ നിന്റെ മകൾ? അയാൾ ചുറ്റും നോക്കി, എന്നിട്ട് ആക്രോശിച്ചു. ഞാനാണത് ചോദിക്കേണ്ടത്, കള്ളന്മാരെ. നിങ്ങളെൻ്റെ പിടിയിലാണ്, ഞാൻ കാണിച്ചു തരാം. അയാൾ പിന്തിരിഞ്ഞു. ആവുന്നത്ര വേഗം പടികൾ ഇറങ്ങി. അയാൾ പട്ടിയെ അഴിച്ചുവിടാനാണ് പോയത്. മിസ് ഹണ്ടർ പറഞ്ഞു, എനിക്ക് തോക്കുണ്ട്. ഞാൻ പറഞ്ഞു. ഒരുമിച്ച് പടികൾ ഇറങ്ങി. തളത്തിൽ ഞങ്ങൾ എത്തിയതേയുള്ളൂ. പട്ടിയുടെ ക്രൂരവും പ്രാണവേദനയോടും കൂടിയ കരച്ചിലും കേട്ടു. ഞാനും ഹോംസും പുറത്തേക്ക് വീടിൻ്റെ മൂലയിലേക്ക് പാഞ്ഞു.
അവിടെ ആ കൂറ്റൻ നായ ഉണ്ടായിരുന്നു. അതിൻ്റെ കറുത്ത മോന്ത റുഗാസിൻ്റെ കഴുത്തിലും. അയാൾ നിലത്ത് വീണ് ഉരുണ്ട് ഉറക്കെ കരഞ്ഞു. ഞാനതിൻ്റെ തലയെ ലക്ഷ്യമാക്കി നിറയൊഴിച്ചു. അത് മറിഞ്ഞു വീണു. പണിപ്പെട്ട് ഞങ്ങൾ അയാളെ വീട്ടിലേക്ക് എടുത്തു കൊണ്ടുപോയി. സ്വീകരണ മുറിയിലെ സോഫയിൽ അയാളെ കിടത്തി. എന്നിട്ട് അയാളുടെ വേദന മാറ്റുവാൻ എനിക്ക് ആവുന്നത്ര ഞാൻ ചെയ്തു. അപ്പോൾ പൊക്കമുള്ള ഒരു സ്ത്രീ മുറിയിലേക്ക് കടന്നു വന്നു. മിസ്സിസ് ടോളർ. മിസ് ഹണ്ടർ പറഞ്ഞു. അതെ മിസ്, നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിന് മുമ്പ് റുഗാസൻ എന്നെ തുറന്നു വിട്ടു. നിങ്ങളുടെ ഉദ്ദേശം എന്നെ അറിയിക്കാത്തത് കഷ്ടമായിപ്പോയി. മിസ്, നിങ്ങൾ വെറുതെ ബുദ്ധിമുട്ടേണ്ടിയിരുന്നില്ല. ഞാൻ പറയുമായിരുന്നു. അവളെ ഉറ്റുനോക്കിക്കൊണ്ട് ഹോംസ് പറഞ്ഞു. ഈ കാര്യം മറ്റാരേക്കാളും അധികം മിസ്സിസ് ടോളറിനെ അറിയാമെന്ന് വ്യക്തം. ഉവ് സാർ, എനിക്കറിയാം. എനിക്കറിയാവുന്നത് പറയാൻ ഞാൻ തയ്യാറാണ്. ഞാൻ മിസ് ആലീസിൻ്റെ നല്ല സുഹൃത്തായിരുന്നു. അവർ പറഞ്ഞു തുടങ്ങി. അവളുടെ അച്ഛൻ വീണ്ടും വിവാഹം കഴിച്ചതിൽ പിന്നെ മിസ് ആലീസ് വീട്ടിൽ അവഗണിക്കപ്പെട്ടു. എന്നാൽ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ച് മിസ്റ്റർ ഫൗളറെ അവൾ കാണുന്നത് വരെ വാസ്തവത്തിൽ അതവൾക്ക് ദോഷകരമായിരുന്നില്ല. ഒസ്യത്തിനനുസരിച്ച് മിസ് ആലീസിന് അവളുടേതായ അവകാശങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവൾ അവകാശങ്ങളെക്കുറിച്ച് ഒരു വാക്കും പറഞ്ഞില്ല. എല്ലാം റുഗാസിന് വിട്ടുകൊടുത്തു. എന്നാൽ നിയമപ്രകാരം എല്ലാം അവകാശപ്പെടുന്ന ഒരു ഭർത്താവ് മുന്നോട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് വന്നപ്പോൾ അവസാനിപ്പിക്കേണ്ട സമയമായെന്ന് അവളുടെ അച്ഛൻ കരുതി. വിവാഹിതയായാലും ഇല്ലെങ്കിലും അവളുടെ സ്വത്ത് അയാൾക്ക് ഉപയോഗപ്പെടുത്താം എന്നൊരു കടലാസിൽ അവൾ ഒപ്പിടണമെന്ന് അയാൾ ആവശ്യപ്പെട്ടു. അവളത് ചെയ്തിട്ടില്ല. അയാൾ അവളെ പീഡിപ്പിച്ചു കൊണ്ടിരുന്നു. അവസാനം അവൾക്ക് തലച്ചോറിന് രോഗം ബാധിച്ചു. മനോഹരമായ തലമുടി മുറിച്ചു. എങ്കിലും അത് അവളുടെ കാമുകനിൽ മാറ്റമൊന്നും വരുത്തിയില്ല. അയാൾ അവളോടൊപ്പം നിന്നു. മിസ്റ്റർ റുഗാസിൽ പിന്നീട് അവളെ തടവുകാരിയാക്കി. ഹോംസ് പൂരിപ്പിച്ചു. ശാഠ്യം ഒഴിവാക്കാനായി ലണ്ടനിൽ നിന്നും മിസ് ഹണ്ടറെ കൊണ്ടുവന്നു. അതെ സാർ, മിസ്റ്റർ ഫൗളർ സ്ഥിരോത്സാഹിയായിരുന്നു. നിങ്ങളെ കണ്ട് കൈക്കൂലിക്കൊണ്ടോ മറ്റേത് വിധമോ നിങ്ങളുടെ സഹായം തേടുന്നതിൽ വിജയിച്ചു. മിസ്റ്റർ ഫൗളർ ദയാലുവാണ്, ഉദാരൻ. മിസ്സിസ് ടോളർ പ്രസന്നായി പറഞ്ഞു. അങ്ങനെ നിങ്ങളുടെ ഭർത്താവിന് ആവുന്നത്ര കുടിക്കാൻ കൊടുക്കുക. നിങ്ങളുടെ യജമാനൻ പുറത്തു പോകുക നിമിഷത്തിൽ കോണി ശരിയായി കിട്ടുക. രണ്ടും അയാൾ ഏർപ്പാടാക്കി. അങ്ങനെ തന്നെയാണ് സാർ സംഭവിച്ചത്, ഹോംസ് പറഞ്ഞു. ഞങ്ങളെ കുഴക്കിയതെല്ലാം നിങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നു. ഇതാ ഡോക്ടർ മിസ്സിസ് റുഗാസിന് വന്നല്ലോ. മിസ്റ്റർ വാട്സൺ, നമുക്ക് വിൻചെസ്സിലേക്ക് മിസ് ഹണ്ടറോടൊപ്പം മടങ്ങിപ്പോകാം. ഇനി നമുക്കിവിടെ തങ്ങേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. കോപ്പർ ബീച്ചസ് മരങ്ങളോട് കൂടിയ ഭാഗ്യം കെട്ട ആ വീടിനെ ചൂടുന്നുള്ള ദുരൂഹത അങ്ങനെ പരിഹരിക്കപ്പെട്ടു. മിസ്റ്റർ റുഗാസൻ രക്ഷപ്പെട്ടു. ഇപ്പോഴും പഴയ ഭൃത്യൻ തന്നെയാണ് അവരോടൊപ്പം താമസിക്കുന്നത്. ഓടിപ്പോയതിൻ്റെ പിറ്റേ ദിവസം മിസ്റ്റർ ഫൗളറും മിസ് റുഗാസനും നിയമാനുസൃതം വിവാഹിതരായി. അയാൾ മൗറീഷ്യസ് ദ്വീപിൽ ഇപ്പോൾ സർക്കാർ ഉദ്യോഗത്തിലാണ്. മിസ് വയലറ്റ് ഹണ്ടർ വാൾസിലെ ഒരു സ്വകാര്യ വിദ്യാലയത്തിൻ്റെ മേധാവിയാണ് ഇപ്പോൾ. തുടരും.